മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടിരുന്നു. കമ്മ്യൂണിക്കേഷൻ ശരിയായില്ല. അടുത്ത ഒരു പുതിയൊരു വാണം വന്നിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്, ഈ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചാല് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരെല്ലാവർക്കും ഇവർക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോപണം അത് ഇന്ത്യ ചെയ്തു എന്ന് ഇന്നത്തെ ലൈവിൽ ഈ പറയുന്ന അഖിൽ മാരാർ പറഞ്ഞു. എന്റെ പൊന്ന അഖിലെ, നിനക്ക് ഒരു ലേശം വിവരമുണ്ടോ? നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? നീ മറ്റവനാണ്, നിനക്ക് വലിയ അറിവുണ്ട്, എനിക്ക് സംസാരിക്കാൻ അറിയാം, എനിക്ക് സ്ഫുടതയോടുകൂടി അല്ലെങ്കിൽ പടപടപട സംസാരിക്കാൻ എന്ന് പറഞ്ഞോളൂ. നീ പറയുന്നതെല്ലാം കോപ്പാണെന്ന് കേട്ടുകൊണ്ട് കുനിഞ്ഞിരിക്കുന്ന കുറെ എണ്ണം കാണുമായിരിക്കും. എന്നെ കണ്ടപ്പോഴേ എന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ നീ ഇന്ന് പറഞ്ഞ ഒരു സാധനം, അതിന് നീ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അഖില. തട്ടിവിട്ടതാടോ ഞാൻ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് BLAക്ക്, ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത്. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക. അത് സത്യമാണെന്നാണ് ഇന്ന് ഇവിടെ ഈ അഖിൽ മാരാർ, ഈ 5 പൈസയുടെ വിവരം ഇല്ലാത്ത ഈ പേങ്ങ വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താടാ കളിക്കാ? ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ഈ പാകിസ്ഥാനുമായിട്ട് ബലൂചിസ്ഥാൻ അവിടെ കിടന്ന് അടി കൂടുന്നത് എല്ലാത്തിനും കാരണം ഇന്ത്യയാണെന്ന് നീ പറയുകയാണ്. നിനക്ക് എന്ത് പ്രൂഫിലാണ് നീ ഇത് പറഞ്ഞത്? എന്ത് പറഞ്ഞാലും അടിയോ? കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.